കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കെറ്റിലും വെള്ളമില്ല. 5 സ്റ്റാർ ഹോട്ടലാണെന്ന് കരുതി റൂമിനായി സ്കൂളുകളിലേക്ക് ആളുകൾ കയറി ചെല്ലുന്ന സ്ഥിതിയാണെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ അവകാശവാദം. പലരും റോഡ് സൈഡിൽ ഇരിക്കുന്ന കെട്ടിടങ്ങൾ കണ്ട് ഇത് ഹോട്ടലാണോ എന്ന്, 5 സ്റ്റാർ ഹോട്ടലാണോ എന്ന് തെറ്റിദ്ധരിച്ച് കയറി ചെല്ലുന്നുണ്ട്. പലരും റോഡ് സൈഡിൽ ഇരിക്കുന്ന കെട്ടിടങ്ങൾ കണ്ട് 5 സ്റ്റാർ ഹോട്ടലാണോ എന്ന് തെറ്റിദ്ധരിച്ച് കയറി ചെല്ലുന്നുണ്ട്. എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? 5 സ്റ്റാർ ഹോട്ടലാണോ എന്ന് തെറ്റിദ്ധരിച്ച് കയറി ചെല്ലുന്നുണ്ട്. റൂമുണ്ടോ എന്ന് ചോദിച്ചു. ഇവിടെ ഇരിക്കുന്ന പ്രായം ചെന്നവർക്ക് ഒക്കെ തോന്നും ഒന്നും കൂടെ സ്കൂളിൽ ചെന്നിരുന്ന് പഠിച്ചാൽ എങ്ങനെ തോന്നും സ്കൂളിൽ ചെല്ലുമ്പോ. പക്ഷെ കേരളത്തിൽ വിദ്യാഭ്യാസ കച്ചവടം അവസാനിപ്പിച്ച സംസ്ഥാനമാണ് ഈ കേരളം. കാര്യം വലിയ കഷ്ടമാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ സ്കൂളിന്റെ കാര്യം. 5000 കോടി രൂപയാണ് കേരളത്തിലെ വിദ്യാലയങ്ങൾക്ക് വേണ്ടി മുടക്കിയത്. 5000 കോടി. 5000 കോടി രൂപയാണ് കേരളത്തിലെ വിദ്യാലയങ്ങൾക്ക് വേണ്ടി മുടക്കിയത്. 5000 കോടി. ഇയാളോട് ഞാൻ ഉള്ളത് പറയട്ടെ. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പാക്കുന്നതിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് സമ്മതിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കണ്ടോ, ഇയാളെ തിരിയാത്ത പേരടിക്ക് നോക്കി ഒരു ഒറ്റ അടിയടി കോയക്കാം. പലരും റോഡ് സൈഡിൽ ഇരിക്കുന്ന കെട്ടിടങ്ങൾ കണ്ട് 5 സ്റ്റാർ ഹോട്ടലാണോ എന്ന് തെറ്റിദ്ധരിച്ച് കയറി ചെല്ലുന്നുണ്ട്. മുതലാളി തള്ളി തുടങ്ങിയപ്പോഴേ എനിക്ക് തോന്നിയതാ ഇതിങ്ങനെയൊക്കെ അവസാനിക്കുന്നു.